ഇന്ന് ഞാൻ പപ്പടം കൊണ്ടൊരു കറി ഉണ്ടാക്കാൻ പോകണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉള്ളി, ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് പുളി കുതിർത്തി വെച്ചിട്ടുണ്ട്. കുറച്ച് ഉള്ളി ഒരു തക്കാളിയായിട്ട് ഞാൻ നന്നായിട്ട് മിക്സിയിൽ അരയ്ക്കുക. കുറച്ച് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. 3 പപ്പടം നന്നായിട്ട് കാച്ചി എടുക്കുക. എന്നിട്ട് അത് മാറ്റിയ ശേഷം അതേ എണ്ണയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഉള്ളി അരിഞ്ഞ് വെച്ച് ഉള്ളി ഇട്ട് കൊടുക്കുക, വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് വറമുളക് പൊട്ടിച്ചിട്ട് കൊടുത്തു. ഇനി വെന്തയം, ജീരകം ഇട്ട് കൊടുക്കുക. നേരത്തെ ഇട്ട് അത് കരിഞ്ഞു പോകും, അതുകൊണ്ടാണ്. കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട്. കടുകൊക്കെ നന്നായിട്ട് ഈ വറകുമ്പോഴേക്കാണ് കടുകൊക്കെ പൊട്ടി വരും. അതിന് ശേഷം നമുക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുക. തക്കാളിയും ഉള്ളിയായിട്ട് അരച്ചതും അതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കണം. നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ കറി. ഒരു തക്കാളിയും കൂടെ ഞാൻ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അരച്ച് അത് കഷ്ണമായിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് ഒരു തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തത്. നന്നായിട്ട് ഇളക്കി നന്നായിട്ട് ഒന്ന് വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1.5 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിനുള്ള മുളക് പൊടി ഇടുക, കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക, ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ വെള്ളം ഒഴിച്ച ശേഷം ഇട്ട് കൊടുക്കുക. കുറച്ച് സാമ്പാർ പൊടി ഇട്ടിട്ടുണ്ട്. നന്നായി ഇളക്കി കൊടുത്ത ശേഷം പുളി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു. നന്നായി ഇളക്കി കൊടുത്ത് നന്നായിട്ട് വറ്റി വരുന്ന സമയത്ത് നമുക്ക് പപ്പടം പൊട്ടിച്ചിട്ട് കൊടുക്കാം. നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ പപ്പടമൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുത്ത ശേഷം നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് കഴിച്ചാൽ, ചോറിട്ടിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഈ കറി ഇട്ട് കഴിച്ചാൽ നന്നായിട്ടുണ്ടാകും. അല്ലെങ്കിൽ കൂടെ തൊട്ട് കൂട്ടാനായിട്ടും നന്നായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം.